ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുന രാശി. മിഥുന രാശിക്കാരുടെ രാശിസ്വാമി ബുധൻ. 2025 ഓഗസ്റ്റ് മാസം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റും പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാസഫലങ്ങളും എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ഭാഗ്യം, ആരോഗ്യം, ദാമ്പത്യ ജീവിതം, സ്നേഹബന്ധം, ജോലി, ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കും? ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ജന്മരാശി ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. നിങ്ങളുടെ ലഗ്നത്തിൽ, അതായത് ഒന്നാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴവും, രണ്ടാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും, മൂന്നാമത്തെ ഹൗസിൽ കേതു, നാലാമത്തെ ഹൗസിൽ ചൊവ്വ, 10ാമത്തെ ഹൗസിൽ ശനി, 9ാമത്തെ ഹൗസിൽ രാഹുവുമാണ്. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കും? ആരോഗ്യം നോക്കുന്നത് ഒന്നാമത്തെ ഭാഗമാണ് നിങ്ങളുടെ സ്വന്തമായി സെൽഫായിട്ടുള്ളത്, നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി എല്ലാം നോക്കുന്നത് ഒന്നാം ഭാവം. രാശിസ്വാമി 2ാമത്തെ ഭാവത്തിലും. ശനിയുടെയും ശുക്രൻ്റെയും ഈ കൺജക്ഷൻ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ആരോഗ്യസ്ഥിതിയായിരിക്കും ഈ മാസം. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് മിഥുന രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മൾ 5ാമത്തെ ഭാവമായിരിക്കും. അപ്പോൾ ശുക്രൻ്റെയും ബുധൻ്റെയും പിന്നെ വ്യാഴത്തിൻ്റെയും ഒക്കെ ഈ കൺജക്ഷൻ എന്തുകൊണ്ടും ഇവർക്ക് വളരെ നല്ല ഒരു സമയമാണ്, അനുകൂലമായിട്ടുള്ള സമയമാണ്. 100% അനുകൂലം. വിദ്യാർത്ഥികൾക്ക് എന്ത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനോ അതുപോലെ തന്നെ എന്തെങ്കിലും കോഴ്സിനോ ഗവൺമെൻറ് സംബന്ധിച്ച് എന്തെങ്കിലും എക്സാം എഴുതുന്നതിനോ എല്ലാത്തിനും നല്ല ഒരു സമയമായിരിക്കും. എന്നാന്ന് വെച്ചാൽ ശുക്രനും വ്യാഴവും ഫസ്റ്റ് ഹൗസിൽ വളരെ നിങ്ങളെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് വെക്കുന്ന ഒരു സമയം. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്നേഹബന്ധം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. സ്നേഹബന്ധം ഒക്കെ നോക്കുന്നത് 5ാമത്തെ ഹൗസിൽ സന്താനത്തിൻ്റെ, ശിക്ഷയുടെ, ലവ് റിലേഷൻ്റെ എല്ലാമാണ്. അപ്പോൾ ശുക്രൻ 1ാമത്തെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി 5ാമത്തെ ഹൗസിലുണ്ട്. ചെറിയ രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തൽ ഓഗസ്റ്റ് 16 വരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ഈ സ്നേഹബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 16 ശേഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താണെന്നാൽ സൂര്യൻ 3ാമത്തെ ഹൗസിൽ വരുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.